അച്ചാച്ചനെ തോട്ടി കൊണ്ട് ഉന്തി അതിന്റെ അരിവാളും കൊണ്ട് വെട്ടാൻ വേണ്ടി നോക്കി. അമ്മ ഒന്നും കൊണ്ട് പക്ഷെ വെട്ടുകൊണ്ടില്ല. അതായത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവര് വണ്ടി എടുത്ത് വാങ്ങി പോയി. അപ്പൊ ഞാൻ 2 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. മോനെ എന്തെങ്കിലും ചെയ്യാൻ വന്നാ? എന്നെ അരിവാളും കൊണ്ട് എടുത്തിട്ട് വന്നു. മോനെ ഓടി. ഞാൻ കുറച്ച് നീങ്ങുന്നു. ഇയാള് കൊച്ചിൻ്റെ തീരാണ് അരിവാളും കൊണ്ട്. എനിക്കപ്പോൾ ഭയങ്കര വിഷമായി. അയാൾ കൊച്ചിൻ്റെ അടുത്തേക്ക് അരിവാളും കൊണ്ട് വന്നു ഓടിച്ചെന്നു. അപ്പം ഞാനാകെ ടെൻഷനായി. കൊച്ചിന് പറ്റിയ പിന്നെ കിടന്നിട്ട് കാര്യമില്ല. ഞാൻ കൊച്ചു ഓടിക്കോടാന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ അപ്പം മൊബൈൽ വീണു. കൊച്ചു ഓടി. എനിക്ക് എന്താ ചെയ്യേണ്ടി ഒന്ന് പിടിയില്ലാണ്ടായിപ്പോയി. എൻ്റെ പിറകിൽ നിൽക്കുന്നത് വേലായുധേട്ടൻ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് നായരങ്ങാടി. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഈ പറയുന്ന വേലായുധേൻ്റെ വീടാണ്. എൻ്റെ ഈ വേലായുധേൻ്റെ തൊട്ട് പിറകിൽ ഇതാ ഭാഗത്തായിട്ടൊരു മരം മുറിച്ച് നിൽക്കണണ്ട. ഇവിടെയാണ് പ്രശ്നം നടക്കുന്നത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശിയുടെ ചേട്ടനാണ് ഈ വേലായുധേട്ടൻ. എന്താണ് വേലായുധേട്ടന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മാനസിക വ്യതയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ കഴിയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി വലിയ ഭയാശങ്കകളോടുകൂടിയാണ് നിൽക്കുന്നത്. എൻ്റെ പേര് വേലായുധൻ. എൻ്റെ വീട്ടിലിരിക്കുന്ന കോടശ്ശേരി പഞ്ചായത്തിൽ നായരങ്ങാടി, താഴൂരിൻ്റെ അടുത്തുള്ള നായരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്താണ് സംഭവം നടന്നതെന്ന് ഈ ചൊവ്വാഴ്ച കാലത്ത് ഒരു 9 മണിക്ക് ശേഷം ടച്ചിങ് വെട്ടാൻ വേണ്ടി KSTBിലെ ഒരു ഓവർസീർ, ജോമി എന്ന് പറയുന്ന ഓവർസീറും 3 കരാർ ജീവനക്കാരനും വന്നിട്ടുണ്ടായിരുന്നു. കുറ്റിച്ചെറിയാണ് വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ നിൽക്കുന്ന മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ മരം ആ കമ്പിമയ്ക്ക് മുട്ടാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കയർ വലിച്ചു കെട്ടി നീക്കി നിർത്തിയായിരുന്നു മരണത്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനിതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മരം എത്ര നാളായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 8 കൊല്ലത്തോളമായി. ഇപ്പോൾ അത് പൂത്തിട്ടുള്ളൂ ആണ്ടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വയ്യാണ്ട് വീട്ടിൽ കിടക്കാറുണ്ട്. അപ്പോൾ കൊച്ചിവിടെ മകളുടെ കുട്ടി ഇവിടെ നിൽക്കണ്ടായിരുന്നു. മകളുടെ കുട്ടി പറഞ്ഞിങ്ങനെ അവർ വെട്ടാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മോൻ പറഞ്ഞാൽ മതി, അവർ വെട്ടില്ല, കാരണം അച്ഛൻ അത് വലിച്ചു കെട്ടിയാണ് വന്നു പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അപ്പോൾ കൊച്ചു പറഞ്ഞു അല്ല അവർ വെട്ടേണ്ട അച്ഛാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വയ്യെങ്കിലും അവിടെ നിന്ന് ഓടി വന്നപ്പോൾ അവർ ഈ പ്ലാസ്റ്റിക് കയർ വെട്ടിക്കളഞ്ഞു, കൊമ്പും വെട്ടിക്കളഞ്ഞു. അപ്പം ഞാൻ ഇവിടെ KSTBിലെ ആ ഓവർസീർ നിന്നപ്പോൾ ആളോട് പറഞ്ഞു എന്ത് പണി നിങ്ങൾ കാണിച്ചത് ഇത് വെട്ടേണ്ട വല്ല ആവശ്യമുണ്ടാവും. ഞാൻ വലിച്ചു കെട്ടി നിർത്തിയ സാധനം കയറ് വെട്ടിക്കളഞ്ഞു, കൊമ്പ് വെട്ടിക്കളഞ്ഞു, അത് ചെയ്യാൻ പാടുണ്ടോ? ഒരു ശരിയല്ലാത്ത പണി നിങ്ങൾ കാണിച്ചത് പറഞ്ഞു. അല്ല അത് ഞങ്ങൾക്ക് വെട്ടാൻ അധികാരമുണ്ട്, ഞങ്ങൾ വെട്ടും, അതുകൊണ്ടാണ് വെട്ടിയെന്ന് പറഞ്ഞു. പിന്നെ അല്ല ഈ നിൽക്കുന്ന ഈറ്റ അത് കമ്പിമിക്ക് മുട്ടി നിൽക്കണം. ഞാനും പറഞ്ഞു കമ്പിമിക്ക് മുട്ടി നിൽക്കണം, അത് വെട്ടേണ്ടതാണ്. ഞാൻ അതിൻ്റെ അടി വെട്ടി ആക്സിഡൻറ്റ് വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെട്ടിക്കളയും. ഈ സാധനം വെട്ടിക്കളഞ്ഞ നിലയ്ക്ക് ഇനി എൻ്റെ പറമ്പിൽ അത് കട വെട്ടണം എന്ന് പറഞ്ഞു അവർ. ഈറ്റയുടെ ഒരു 6 മീറ്ററിലധികം ദൂരം ഈ റോഡും എൻ്റെ ഈ ഈറ്റ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പറമ്പിൽ കിടക്കാൻ പാടില്ല, നിങ്ങൾ ഇത് മരം വെട്ടിക്കളഞ്ഞ നിലയ്ക്ക് ഇനി പറമ്പിൽ കിടക്കാൻ പാടില്ല, നിങ്ങൾ റോട്ടിൽ നിന്ന് വെട്ടിക്കോ, എനിക്ക് തടസ്സമില്ല. അപ്പോൾ ഒരു ജീവനക്കാരൻ ഈ തോട്ടിയും കൊണ്ട് ഈ ഈറ്റയുടെ കടയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നായിരുന്ന KSTB സബ് ഓവർസീർ എന്തോ ഒരു വല്ലാത്തൊരു ഇതിൽ എന്നെ തെറി പറഞ്ഞുകൊണ്ട് വളരെ പറയാൻ പാടില്ലാത്ത അസഭ്യം പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ഈ കരാർ ജീവനക്കാരൻ്റെ നിന്ന് എൻ്റെ പറമ്പിലേക്ക് കടന്ന് ഓടി വന്ന് കരാർ ജീവനക്കാരൻ്റെ നിന്ന് തോട്ടി മേടിച്ചിട്ട് ഈറ്റ കുറച്ചാണ്ട് വെട്ടി. ഇത് കണ്ടപ്പോൾ ഞാനാകെ പാവിച്ചെന്നാലും അയാളുടെ കയ്യിൽ ആയുധം എന്നാലും ചെല്ലാണ്ട് വെട്ടുമോ. ഞാൻ ഓടിച്ചെന്ന് അയാളെ ഇത് വെച്ചല്ല എൻ്റെ പറമ്പിൽ കിടക്കാൻ പറഞ്ഞു. ഇയാൾ ഈ ഈറ്റയ്ക്ക് തന്നെ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ തോട്ടി കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അഞ്ഞിട്ട് ഇങ്ങനെ ഇടിച്ചു. മുന്നിൽ ചെന്നപ്പോൾ ഞാൻ കഴുത്തി പിടിച്ച് തല്ലിയാൾ. എന്നിട്ടും നിന്നപ്പോൾ ആൾ ഈ തോട്ടി കൊണ്ട് ഇങ്ങനെ ഇടിച്ച വശം ഞാൻ തോട്ടിയുമ്പോൾ പിടിച്ചപ്പോൾ ഈ തോട്ടി 2ആയിട്ട് ഒടിഞ്ഞു. തോട്ടി ഒടിഞ്ഞപ്പോൾ ഒരു 1 മീറ്റർ തോട്ടിയും അരിവാളും ഇങ്ങനെ കയ്യിലായി. നിന്നെ ഞാൻ കൊല്ലുടാന്നും പറഞ്ഞിട്ട് പൊലയാടി മോനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് എന്നെ വെട്ടാൻ 2 പ്രാവശ്യം വെട്ടിയാണ്. അപ്പോൾ ഞാൻ പിന്നാക്കം ഒഴിഞ്ഞു മാറി കിണറിൻ്റെ ഭാഗത്തേക്ക്. അതിനിടയ്ക്ക് തോട്ടി ഒടിഞ്ഞു ഒരു കരാറിൽ എടുത്തേക്കണ ബാബു എന്നാണ് പേര് കേട്ടത്. അയാൾ ഈ മാട്ടം ചാടി കടന്ന് ഈ ജാതിയുടെ ഇടയ്ക്ക് വന്ന് എന്നെ നീ തോട്ടി ഒടിച്ചോറാ നിന്നെ കൊല്ലിടാന്നും പറഞ്ഞിട്ട് അയാളാണ് കൂടുതൽ തെറി പറഞ്ഞത്. അയാൾ വന്ന് കുത്താൻ വന്നപ്പോൾ ഞാൻ തടുത്തു. അപ്പോഴേക്കും എൻ്റെ മകള് ഓടി വന്നു. ഇത് ഇത്ര ആയപ്പോഴേക്കും മകൾ ഓടി നിന്ന് മകളായിട്ട് സംസാരമായിട്ട് നിന്നപ്പോഴേക്കും കൊച്ചു ഇവിടെ നിന്ന് മകളെ കുട്ടി ഇവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു മൊബൈലിൽ. അത് വീഡിയോ പിടിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ഇവർ ചീത്തോണ്ട് എൻ്റെ അച്ഛനെ തല്ലല്ലെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കരാന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് പോലീസിനെ പെട്ടെന്ന് ഓർമ്മത് 100 100ലേക്ക് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ എന്താ സംഭവിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ എന്നോട് പരാതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ തന്നെ പോയി സ്റ്റേഷനിൽ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പരാതി ഇപ്പം ഞാൻ ജയിലിൽ പോകേണ്ടവരെന്നുള്ള എനിക്ക് പറയുന്നത് അവരുടെ കൃത്യനിർവഹണം
തടസ്സപ്പെടുത്തുന്നവരെ പറഞ്ഞു. അതിനിടയ്ക്ക് KSEBിലെ എയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞു? മേഡം വന്നപ്പോൾ ഞാൻ ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് ഉണ്ടായത്, ഈ മരം വെട്ടിക്കളഞ്ഞ് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അവരോട് ഒരു 1.5 മീറ്റർ അകലത്തുള്ള ട്രക്കിങ് വെട്ടാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി അവർ. ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ വലിയ കുഴപ്പമില്ലാത്തതിൽ പറഞ്ഞേ ഈ ഞാൻ വെട്ടി വെച്ച് ഈറ്റയുടെ കടയൊക്കെ ഞാൻ അവരെ കൊണ്ട് കാണിച്ചു. മേഡം ഒന്നില്ല, വേറൊരാളെ കൊണ്ട് കാണിച്ച് ഇതൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ പോലീസ് പറയുന്നത് ഞാനാണ് ജയിലിൽ പോകേണ്ടത്. ഞാൻ പറഞ്ഞു എൻ്റെ വീട് ഇരിക്കുന്നത് ഇതൊരു സെറ്റിൽമെൻറ്റ് കോളനിയാണ്. ഒന്നിന് പേര് വീട് ഇരിക്കുന്നത് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് 11ഓളം SC കുടുംബക്കാരുള്ളത്, സാധാരണക്കാരായ ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഇവിടെ ഉള്ളവരൊക്കെ ഹരിജനങ്ങളാണ്, ഇവരെ കയറി എന്ത് ചെയ്താലും കുഴപ്പമില്ല, ചോദിക്കാൻ ആളില്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇവർ രണ്ടുപേരും ഇത്ര വലിയ അക്രമം കാണിച്ചിട്ടാണ് തോന്നുന്നത്. ഇവിടെ എനിക്ക് എൻ്റെ അനിയൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു 5 കൊല്ലക്കാലം. ഇവരറിയാണ്ടല്ല, കുട്ടിക്ക് ആകെ പ്രശ്നമായി. മോളുടെ കുട്ടിക്ക് ആകെ പേടിച്ചത് കരഞ്ഞ് പ്രശ്നമായി അത്. അപ്പോൾ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തപ്പോൾ അവർ അന്വേഷിച്ചിട്ട് അവർ കൗൺസിലിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മകൻ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ മകനെ വിളിച്ച് അവനെ വിളിച്ച് പറഞ്ഞു നിൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കേണ്ടവരും കേസ് പിൻവലിക്കും പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ വീടാണെങ്കിലും ഒരു അതിർത്തിയൊക്കെ ഉണ്ടല്ലോ, ഈ അതിർത്തി കയറി ഈ ആക്രമം കാണിച്ചിട്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാന്ന് പറഞ്ഞു. ഇതിപ്പോൾ അവരും കേസ് കൊടുത്തിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞു കൊടുത്താണ്? അവരുടെ കൃത്യത്തിന് തടസ്സം വരുത്തുന്നു പറഞ്ഞാൽ അവർ കേസ് കൊടുത്തേക്കാണ്. KSEBിയുടെ ജീവനക്കാർ വന്ന് ഒരു തരത്തിലും അപകടം ഇല്ലാത്ത തരത്തിൽ സംരക്ഷിച്ച് നിർത്തിയ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫലവൃക്ഷത്തിൻ്റെ തല ഇത് മുളച്ചു പൊന്താത്ത രീതിയിൽ അത് വെട്ടിക്കളയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വെട്ടിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അവർക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു സ്ഥിതി എന്താ വെച്ചാൽ അത് ലൈൻ കമ്പിൽ വരാതിരിക്കാൻ വേണ്ടി കയറിട്ട് വലിച്ചു കെട്ടിയൊരു സാധനമാണ്. സ്വാഭാവികമായും സർക്കാർ ഉദ്യോഗസ്ഥർ KSEB ജീവനക്കാർ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ആ ഗൃഹനാഥനുമായി ആശയവിനിമയം നടത്തുക എന്നൊരു മര്യാദയുണ്ട്. ഇത് തൻ്റെ കയ്യിൽ അരിവാൾ തൂട്ടിയുണ്ട്, ഞങ്ങൾക്ക് ഇതിന് അധികാരമുണ്ട് എന്നതിൻ്റെ ധാർഷ്ട്യം ഒന്ന് നിർത്തി ഇതിനെ തലങ്ങും വെട്ടി നശിപ്പിക്കുക എന്ന സമീപനമാണ് KSEB ജീവനക്കാർ ഈ കാര്യത്തിനകത്ത് സ്വീകരിച്ചത്. ഇത് മര്യാദകേടാണെന്ന് പറഞ്ഞപ്പോൾ 65-66 വയസ്സുള്ള ഈ പ്രായം ചെയ്യുന്ന വേലായുധേട്ടനെ ശാരീരികമായി ആക്രമിക്കാൻ ഇത്തരം ആളുകൾ ശ്രമിക്കുകയാണ്. അതിന് മുൻകൈ എടുത്തത് ജോമി എന്ന പേരായ ഒരു ഓവർസീയറാണ്. അയാളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അയാൾ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്, ഒരു ട്രബിൾ മേക്കറാണ്. പാവപ്പെട്ട ആളുകളെ കണ്ടാൽ അവരെ മെക്കിട്ട് കയറുക എന്ന രീതി അയാൾ എല്ലാ കാലത്തും നമ്മൾ KSEBിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അയാൾ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് അരുത് എന്ന് പറഞ്ഞപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളപ്പിലുള്ള ഏത് വൃക്ഷവും ഞാൻ വെട്ടിക്കളയുമെന്ന് ആക്രോശിച്ച് അയാളെ ശാരീരികമായി ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മകളുടെ കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ പോലും ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഈ ജോമി എന്ന് പറഞ്ഞ KSEB ജീവനക്കാരൻ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. KSEBക്കാരെ ആകെ മോശമാണെന്ന അഭിപ്രായവും നമുക്കില്ല. പക്ഷേ ഇത്തരം ചില ആളുകളാണ് ഈ സംവിധാനത്തെ മോശക്കാരാക്കുന്നത്, KSEB സംവിധാനത്തെ തന്നെ മോശക്കാരാക്കുന്നത്. അതുകൊണ്ട് ജോമി എന്നു പേരായ ഈ ഓവർസീയറെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഞാനത് സംഭവം നടന്ന അന്ന് തന്നെ എൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചുറ്റുപുറത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഇയാൾ അതിക്രമിച്ച് കയറി ആക്രമിക്കുക എന്ന സ്വഭാവമാണ് ജോമി എന്ന് പറയുന്ന ഓവർസീയർ ഈ കാര്യത്തിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. നിയമ നടപടി ഈ കാര്യത്തിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അയാൾക്കെതിരെ നിയമപരമായി ഏതറ്റം വരെ പോകാനും വേലായുധൻ്റെ ഒപ്പം പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ഓവർസിയർ അയാൾ അവരുടെ അരിവാത്തോട്ടി വാങ്ങിച്ചിട്ട് അയാൾ ഓടി വന്ന് അച്ഛനെ ആ അരിവാത്തോട്ടിക്ക് നെഞ്ചിൽ പിടിച്ച് ഉന്തി. അപ്പോഴേക്കും ഞാൻ ഓടിച്ചെന്നു. കുറേ തെറിയും അതൊക്കെ പറയണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ കഴുത്തിൽ പിടിച്ച് അപ്പോഴേക്കും ആ അരിവാൾക്ക് വെട്ടാൻ പോയി. അച്ഛൻ നേരെ ഒരു പ്രാവശ്യം ഒഴിഞ്ഞു മാറി. എന്നാലും അയാൾ ഞാൻ ചെന്ന് മുന്നിൽ നിന്നായിരുന്നു അച്ഛനെ വിട്ടുകൊള്ളാണ്ടിരുന്നു. അപ്പോഴേക്കും അവരുടെ ഒരു വർക്കർ പുറത്ത് റോട്ടിൽ നിൽക്കായിരുന്നു. അയാൾ കൂടി കയറി വന്നു. എന്താ അയാൾ വന്നിട്ട് നിറയെ തെറി പറഞ്ഞായിരുന്നു. തെറിയെന്ന് പറഞ്ഞാൽ ജാതി നമുക്ക് കേട്ടാ അതുപോലെ തന്നെ ഞാൻ അതൊന്നും പറയാൻ പാടില്ല, നിർത്താൻ പറഞ്ഞിട്ട് നമ്മൾ തടഞ്ഞ് അയാളും തോട്ടി അയാളുടെ കയ്യിലിരുന്ന തോട്ടിക്ക് അച്ഛനെ കുത്താൻ പോയി. അപ്പോഴും നമ്മൾ അയാൾ തടഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ നിന്നായിരുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ കൊച്ചിൻ്റെ അടുത്ത്, കൊച്ചു അവിടേക്ക് പേടിച്ച് ഓടി വന്നായിരുന്നു. കൊച്ചിൻ്റെ അടുത്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. വീഡിയോ കൊച്ചി എടുത്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഓവർസിയർ തോട്ടി കൊണ്ട് അരിവാ തോട്ടി കൊണ്ട് കൊച്ചിൻ്റെ നേർക്ക് ഓടിപ്പോയിരുന്നു. കൊച്ചി ഒഴിഞ്ഞു മാറിയപ്പോഴേക്കും അയാൾ അങ്ങോട്ട് കടന്നു പോയി.
ഈ കൊച്ചിന് എന്തെങ്കിലും പേടി തട്ടുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട്? ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് കൊച്ച് പേടിച്ച് ഒരു 2 മണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങുന്നത്. ഭക്ഷണം കഴിക്കലും ഇപ്പോൾ കുറവാണ്. രാത്രിയിൽ ഉറക്കത്തിൽ എണീറ്റ് കരച്ചിലും അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. ഒരു കൗൺസിലിങ്ങിൽ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ഈ ചേട്ടൻ അവർക്കെതിരെ KSEB എതിർക്കെതിരെ വേലായുധേട്ടൻ പരാതി കൊടുത്തിരിക്കുകയാണ്. അവർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി വന്ന് KSEBക്കാരും പരാതി കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് KSEB, പോലീസ് സംവിധാനങ്ങൾ, എക്സൈസ്, ഫയർ, ഏത് സംവിധാനങ്ങളായിക്കോട്ടെ, സർക്കാർ സംവിധാനങ്ങൾ പൊതുജനങ്ങളുമായിട്ട് ഇടപഴകുന്നതിന് ഇപ്പോൾ കുറേ കൂടി ജനകീയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന സംവിധാനങ്ങളിലെ എല്ലാ ഉദ്യോഗസ്ഥരും ജീവനക്കാരൊന്നും അപ്പാടെ മോശക്കാരാന്ന് പറയുന്നില്ല. പക്ഷെ ചില ജീവനക്കാരുടെ ഇടപെടൽ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സർക്കാർ സംവിധാനങ്ങളായിട്ട് പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. എന്തായിരുന്നാലും വളരെ വിഷമകരമായ സാഹചര്യം. ഇങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാർ സംവിധാനമായ KSEBയിലെ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സാധാരണ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് ജനങ്ങൾ നട്ടം തിരിയുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്.